കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് ആനയിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സാമൂഹ്യ റൂട്ട് മാപ്പ് ഈ നയപ്രഖ്യാപനത്തിൽ കാണാനില്ല. അപ്പോൾ അത് ഇല്ലാതിരുന്നാൽ ലക്ഷ്യം എങ്ങനെയാണ് സാധ്യമാക്കാനാവുക എന്നത് അവ്യക്തമാണ്. ഇവിടെ പ്രതീക്ഷിച്ച രീതിയിലുള്ള നയപ്രഖ്യാപനം അല്ല വന്നത് എന്താണ് കാണാൻ സാധിക്കും. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ, ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയെല്ലാം. അവയോടുള്ള സമീപനം വ്യക്തമല്ല. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പരമ്പരാഗത വ്യവസായ മേഖല, പ്രവാസി മേഖല, ഇവയെക്കുറിച്ചെല്ലാം നയപ്രഖ്യാപനം വേണ്ടത്ര പരാമർശിച്ചു പോകുന്നില്ല. അതോടൊപ്പം തൊഴിലുറപ്പ് നിയമം ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടും പരാമർശമായി കാണുന്നില്ല. നമ്മുടെ നാട് ലോകശ്രദ്ധയിലേക്ക് ഉയർന്നതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടി. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമെന്നത് അതിൻ്റെ അടുത്ത ഘട്ടം ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശമായി കാണുന്നില്ല. ഇവിടെ ധവളപത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധനകാര്യ പടവത്സരത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നയമാണ് യൂണിയൻ സർക്കാരിനുള്ളത്. അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.